يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു, നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ തടയുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വീണ്ടും മോശമായ ചുറ്റുവട്ടങ്ങൾക്കിടയിൽ നന്മയുടെ കൈത്തിരി അണച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കത്തിച്ച് പ്രകാശിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്ത മഹത്തുക്കളെപ്പറ്റി അനുസ്മരിക്കുകയാണ്. അത് വലിയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ നിറഞ്ഞ ആളുകളല്ല ഇവർ. അതിനോടുകൂടി തന്നെ മാതൃകാപരമായ ഗുണങ്ങൾ ഉൾക്കൊണ്ട് അവർ ജീവിതത്തെ നന്നാക്കുകയും മാതൃകാപരമാക്കുകയും ചെയ്തിരിക്കുന്നു. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ചുറ്റുഭാഗത്തുള്ളവരെല്ലാം അല്ലാഹുവിനെ നിഷേധിക്കുമ്പോൾ ഇവർ പടച്ചവരിൽ പരിപൂർണമായി വിശ്വസിച്ച് ആ വിശ്വാസം മരക്കെട്ടുറപ്പിച്ച് മറ്റുള്ളവർക്ക് പോലും പകർന്നു കൊടുക്കാൻ പര്യാപ്തമായ നിലയിൽ അവർ ജീവിതം മുമ്പോട്ട് നീക്കുന്നു. വൽ യൗമിൽ ആഖിർ. അവർ ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവർ മരണത്തെപ്പറ്റി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും ചെയ്യുന്നു. ഈ വിശ്വാസത്തിന്റെ പ്രേരണ ഉൾക്കൊണ്ട് അവർ പടച്ചവരോടും പടപ്പുകളോടുമുള്ള ബന്ധം നന്നാക്കുന്നു. അത് അല്ലാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം വെറുമൊരു വിശ്വാസം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും പരിപൂർണമായി പരിവർത്തിപ്പിക്കുകയും പക്വമാക്കുകയും പാകമാക്കുകയും ചെയ്യുന്ന മഹത്തായ ശക്തിയാണ്. ഈ വിശ്വാസം ഒരു ഭാഗത്ത് പടച്ചവനോടുള്ള ബന്ധം നന്നാക്കാൻ പ്രേരിപ്പിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ പ്രേരിപ്പിക്കുന്നു. നമസ്കാരത്തിൽ ശ്രദ്ധയും ദാനധർമ്മങ്ങളിൽ ആവേശവും നോമ്പ് പിടിക്കാൻ താൽപര്യവും പരിശുദ്ധമായ ഹജ്ജ് അങ്ങേയറ്റം വികാരനിർഭരമായി നിർവഹിക്കാനുള്ള പ്രേരണയും പകർന്നു തരുന്ന ഒന്നാണിത്. അല്ലാഹുവിനുള്ള വിശ്വാസം, പരലോകത്തിനുള്ള വിശ്വാസം മനുഷ്യനെ ഒരു ഭാഗത്ത് ഇത്തരം നന്മകളിലേക്ക് നയിക്കും. 5 നേരത്തെ ബാങ്കിന്റെ ശബ്ദം ഉയരുമ്പോൾ നമസ്കാരത്തിലേക്ക് തിരിക്കുകയും എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരമാണെന്ന് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നിർവഹിപ്പിക്കാൻ ആ നമസ്കാരം മനുഷ്യനെ, ഈ ഈമാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതിനോടുകൂടി തന്നെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധവും ഈ വിശ്വാസം നന്നാക്കുന്നു. മാതാപിതാക്കളോട്,
കൂട്ടുകുടുംബാദികളോട്, സഹോദരങ്ങളോട്, മുഴുവൻ ജനങ്ങളോടും മുഴുവൻ മൃഗങ്ങളോടുമുള്ള ബന്ധം നന്നാക്കാൻ ഈ വിശ്വാസം പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവൻ കുടുംബ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ, അയൽവാസികളെ ദ്രോഹിക്കാതിരുന്നു കൊള്ളട്ടെ, നല്ലത് വല്ലതും പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. ബുഖാരി, മുസ്ലിം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണി, ആരുടെ ഉപദ്രവത്തിൽ നിന്നും അയൽവാസികൾ നിർഭയരല്ലയോ അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അതുകൊണ്ട് ഈ വിശ്വാസം ഇത് മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന നന്മയുടെ മഹത്തായ ചാലകശക്തിയാണ്. ഈ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനെ പരിപൂർണമാക്കാൻ പരിശ്രമിക്കണം. ഈമാനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് ഈമാനിന് വേണ്ടി പടച്ചവരോട് ദുആയിരക്കുന്നതിലൂടെ ഈ വിശ്വാസം ലഭിക്കുന്നതാണ്. അതുതന്നെയാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ തടയുകയും ചെയ്യുന്നു. അല്ലാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം ആ മഹത്തുക്കൾ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? അതിന്റെ ചാലകശക്തിയാണ് നന്മകളുടെ ചാലകശക്തി ഈമാൻ. ഈമാനിന്റെ ചാലകശക്തിയാണ് നന്മ ഉപദേശിക്കുക, തിന്മ തടയുക. നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, മോശമായ കാര്യങ്ങളിൽ നിന്നും തടയുക. വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല, എന്നാൽ നന്മകളില്ലാത്ത തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിശബ്ദത പാലിക്കലുമല്ല. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ ഉപദേശിക്കുന്നു, തിന്മ തടയുന്നു. സ്വയം നല്ല നിലയിൽ ജീവിക്കുന്നുവെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സൂചനയും കൂടിയുണ്ട്. സാഹചര്യം മോശമാണ്, അവസ്ഥകൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആർക്കും നന്മ ഉപദേശിക്കുന്നതും തിന്മ തടയുന്നതും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. നന്മ ഉപദേശിക്കലും തിന്മ തടയലും വളരെ എളുപ്പമായ കാര്യമാണ്. അതായത് 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അടിസ്ഥാനപരമായി നമ്മൾ നന്മ ഉപദേശിച്ചവരാകും, തിന്മ തടഞ്ഞവരാകും. 1, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും, എന്റെ മാതാപിതാക്കളും ഇണകളും മക്കളും കൂട്ടുകുടുംബാദികളും സഹോദരങ്ങളും എല്ലാവരും നന്നാകണമെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുക. മുഴുവൻ ആളുകളും നന്നാകണം, എല്ലാവരും നന്മയുമായി ബന്ധപ്പെടണം, തിന്മയിൽ നിന്ന് മാറണമെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുക. 25% നന്മ ഉപദേശിക്കുകയും തിന്മ തടയലുമായി. 2, ഈ ഒരാഗ്രഹത്തോടെ എല്ലാവരോടും സ്നേഹത്തിലും ആദരവിലും വർദ്ധിക്കുക. ഈ ഒരാഗ്രഹത്തോടു കൂടി, മറ്റു ദുരാഗ്രഹങ്ങളോടെയല്ല, മറിച്ച് എല്ലാവരും നന്മയിലേക്ക് അടുക്കണം, തിന്മയിൽ നിന്ന് അകലണം എന്ന ആഗ്രഹത്തോടെ എല്ലാവരോടും സൽപെരുമാറ്റം, എല്ലാവരോടും സൽസ്വഭാവം, നല്ല വാക്കുകൾ പറയൽ, അവരുടെ മനസ്സുകളെ ഇളക്കാൻ പരിശ്രമിക്കൽ, തഹാദു തഹാബബു, ഉപഹാരങ്ങൾ കൊടുത്ത് സ്നേഹവിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കണം. 50% നന്മ ഉപദേശിക്കലും തിന്മ തടയലുമായി. 3, നമ്മൾ മറ്റുള്ളവരോട്
നന്മയെപ്പറ്റി ഉണർത്തുക, അല്ലെങ്കിൽ ഉണർത്തുന്ന സദസ്സിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ നന്മ ഉണർത്തുന്നതായ ലഘുലേഖകൾ, രചനകൾ വല്ലതും കൊടുക്കുക. അതുപോലെ തിന്മയും ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലൂടെയോ രചനകളിലൂടെയോ വാമൊഴിയായോ വരമൊഴിയായോ തടയാൻ പരിശ്രമിക്കുക. അതിന് ലഭിക്കുന്ന ഒരവസരങ്ങളും പാഴാക്കരുത്. കല്യാണവേദിയാണ്, ആളുകൾ തിന്മകളിൽ അഴിഞ്ഞാടുന്നു. കഴിയുന്ന നിലയിൽ അവിടെ നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, ഏതാനും രചനകളിൽ എത്തിച്ചു കൊടുക്കുക. മൗലാന അബ്റാർ ഹഖ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു. ഞാൻ കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നു, അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം, ഇത് താങ്കൾ വായിക്കും. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഉടനെ പ്രതികരിക്കും, വളരെ നല്ല കാര്യം, ഇത് താങ്കൾ വായിച്ച് മനസ്സിലാക്കി. ഞാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, വളരെ നല്ല കാര്യം, ഇത് വായിച്ച് മനസ്സിലാക്കി. സഹോദരങ്ങളെ, നന്മ തടയലും നന്മ കൽപ്പിക്കലും തിന്മ തടയലും നമ്മൾ ഇന്ന് ഏതോ വലിയ ഒരു ഭാരമാക്കി വെച്ചിരിക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുന്നു, പുതുതായി ദീനിലേക്ക് പ്രവേശിച്ച ദാസന്മാര് പോലും നിർവഹിച്ച, അവർക്ക് പോലും നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. പാരമ്പര്യത്തിൽ കഴിയുന്നവർ എത്ര ഇതായിട്ട് നിർവഹിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ പടച്ചവനോട് ദുആയിരക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവരെ ഞങ്ങളെല്ലാവരെയും നേർമാർഗത്തിലൂടെ നയിക്കണമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സഫലമാക്കണമേ, എല്ലാവരിലും നന്മയുണ്ടാക്കണമേ, എല്ലാവരെയും തിന്മകളെ തൊട്ടും കാത്തുരക്ഷിക്കണമേ. ആത്മാർത്ഥമായ ദുആയിരക്കുക. അടിസ്ഥാനപരമായ പ്രബോധനം ഈ 4 കാര്യങ്ങളാണ്. നല്ല ആഗ്രഹം, നല്ല പെരുമാറ്റം, കഴിവിന്റെ പരമാവധി നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, പടച്ചവരോട് ദുആയിരക്കുക. يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر. അള്ളാഹു നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രാവിലെ നിഷേധത്തിൽ കഴിയുകയും പൂർവാഹനത്തിൽ ആ നിഷേധത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തവർ സത്യത്തിന്റെ പ്രകാശം കണ്ടപ്പോൾ അത് സ്വീകരിക്കുകയും അവർ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും പടച്ചവരിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിക്കുകയും നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച സംഭവം പരിശുദ്ധ ഖുർആനിന്റെ 3 സ്ഥലങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈ 2 ഗുണങ്ങൾ, ഈമാനിന്റെ ഗുണങ്ങൾ, ആ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള മാർഗമായ പ്രബോധനത്തിന്റെ ഗുണങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ.